ഇപ്പം ഞാൻ ആരാണെന്ന് എൻ്റെ ഉള്ളിൽ എനിക്കൊരു ഓർമ്മയുണ്ട്. ആ ഓർമ്മ ഉള്ളിടത്തോളം കാലമേ ഞാൻ ആരാണെന്ന് എനിക്ക് അറിയാൻ പറ്റും. അതേപോലെ ഞാനുമായിട്ട് ബന്ധപ്പെട്ട ബന്ധങ്ങൾ പോലും ഓർമ്മയുടെ അടിസ്ഥാനത്തിലാണ്. ഈ ഓർമ്മ നഷ്ടപ്പെട്ടാൽ എല്ലാം തീർന്നു. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു, എല്ലാവരുടെയും ഉള്ളിലും ഇരിക്കുന്ന പരമാത്മാവ് ഗുരുവായൂരപ്പൻ, അദ്ദേഹമാണ് എല്ലാവർക്കും ഓർമ്മ നൽകുന്നത്, അദ്ദേഹമാണ് എല്ലാവർക്കും മറവി നൽകുന്നത്, അദ്ദേഹമാണ് എല്ലാവർക്കും അറിവുകൾ നൽകുന്നത്. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓർമ്മ നൽകുന്നത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മറവി നൽകുന്നത്? എന്താണോ നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഭഗവാൻ തരും, നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്. നമ്മൾ എന്താണോ മറക്കാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ചുള്ള മറവി നമുക്ക് നൽകും. എന്തിനെക്കുറിച്ചാണോ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചുള്ള അറിവുകൾ നമുക്ക് നൽകും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ എപ്പോഴാണോ ഭക്ത കൂട്ടായ്മയിൽ വന്നതിന് ശേഷം ഭഗവാനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട അറിവുകൾ നമുക്ക് നൽകും. ഭഗവാനുമായിട്ട് നമ്മൾ കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി ഭഗവാന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിവുകൾ നൽകി നമ്മളെ ഭഗവാനിൽ നിന്ന് അകറ്റുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഭഗവാൻ നമ്മളെ അകറ്റും.